വെൽക്കം ബാക്ക് ടു എഡ്യൂവാലേജ്. വലിയ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം. കാരണം ഫിസിക്സ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് 1 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡെറിവേഷൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 മാർക്കിനാണ് വരിക. ബാക്കി ഒരു 20 മാർക്കോളം നമുക്ക് എന്താണ് 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഒരു 10 മാർക്ക് തന്നെ 1 മാർക്കായിരിക്കും. പിന്നെ 3 മാർക്കിൻ്റെ സെക്ഷനിലും 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ 1 മാർക്കിനും 2 മാർക്കിനും നല്ല ഇമ്പോർട്ടൻസ് നമുക്ക് ഫിസിക്സിലുണ്ട്. സോ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം. അതിനു മുമ്പ് നിങ്ങൾ 40 മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങണം. ഒരു ഡബിൾ പാസ് വാങ്ങണം ഫിസിക്സിനെ. പല സെക്ഷൻസും പഠിച്ച് തീർന്നിട്ടില്ല, ഉറപ്പുള്ള ചോദ്യങ്ങളുടെ ആൻസേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ പോയി ജോയിൻ ചെയ്തോളൂ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസും ഈ വീഡിയോസും ഒക്കെ നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് അതിൽ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ അതിൽ ഞാൻ പറയുന്ന വീഡിയോസ് എത്രയും വേഗം പോയിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. സോ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. കുറേ ചോദ്യങ്ങൾ ലാസ്റ്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വരുമോ എന്ന് ഒരാളും സംശയിക്കേണ്ട. ഇതെല്ലാം വന്നതാണ്. ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുമോ എന്നൊരു കൺഫ്യൂഷൻ വേണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി? VD എന്ന് പറയും ഡ്രിഫ്റ്റ് വെലോസിറ്റീനെ. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്ത് വയ്ക്കുക, ആവറേജ് വെലോസിറ്റി. ഇറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ അണ്ടർ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഇലക്ട്രോണിൻ്റെ ആവറേജ് വെലോസിറ്റി ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എപ്പോൾ? ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. എളുപ്പമാണ്. സോ അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, 1 മാർക്കായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇതാണ് ആ റിലേഷൻ. I = NEAVD. I കറണ്ടാണ്, കറണ്ട് VD ഡ്രിഫ്റ്റ് വെലോസിറ്റി, രണ്ടാളും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. പഠിച്ചു വയ്ക്കുക. NEAVD. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ്. A എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ? റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്. എന്താണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ്. ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ആരാണ്? വിച്ച് ഗെറ്റ്സ് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. പുറമേന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റായിട്ട് മാറുന്ന ആളാണ്. സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നും കൂടി ചോദ്യമുണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഹൈ സസെപ്റ്റബിലിറ്റി ആൻഡ് ഹൈ പെർമിയബിലിറ്റി. സസെപ്റ്റബിലിറ്റിയും പെർമിയബിലിറ്റി ഒക്കെ ഹൈ ആയിട്ടുള്ള ആളാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇതുപോലെ പാരയും ഡയയും പഠിക്കുക. 5ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഡിഫറെൻറ്റ് സീരീസ് ഓഫ് ലൈൻസ് ഒബ്സർവ്ഡ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈൻസുകൾ ഏതൊക്കെയാണ്? ലൈമൻ സീരീസ്, ബാൾമർ സീരീസ്, പാസ്റ്റൺ, ബ്രാക്കറ്റ് ആൻഡ് പി ഫണ്ട് സീരീസ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഡ്രോ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇത് മോഡൽ എക്സാമിന് ഓൾറെഡി വന്നു. എന്നിരുന്നാൽ നിങ്ങൾ ഒന്നുകൂടി നോക്കി വയ്ക്കുക. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഞാനൊരു ഡയഗ്രാം വരയ്ക്കുന്നില്ല. എനിക്ക് വരയ്ക്കാൻ കുറച്ച് ടഫാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് വരച്ച് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ ആ ഡയഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് എല്ലാവരും നോക്കുക. ഇതേപോലെ ഒന്ന് വരച്ച് പഠിക്കുക കേട്ടോ എല്ലാവരും. ഇതാണ് എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞാൽ E1 E2 E3 ഉണ്ട്, N1 N2 N3 ഉണ്ട്. ഒന്നാമത്തേൽക്കാണ് 2 3 4 5 ഒക്കെ വരുന്നത്. അതാണ് ലൈമൺ, പിന്നെ ബാൾമർ, പിന്നെ പാഷൻ, ബ്രാക്കറ്റ്, പി ഫണ്ട്. നോക്കി വയ്ക്കുക എല്ലാവരും. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് അടുത്ത 2 മാർക്കിന് ചോദ്യമായി. അടുത്തത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു ദ സർഫസ് ഓഫ് ചാർജ് കണ്ടക്ടർ. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ്. സംഭവം, നമ്മൾ ഏതൊരു ചാർജ്ഡ് ആയിട്ടുള്ളൊരു കണ്ടക്ടർ എടുത്തു എന്ന് വിചാരിച്ചു, ഏത് കണ്ടക്ടറോ എന്തെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളിങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നോർമലായിട്ട് വരയ്ക്കും. ഏതൊരു ചാർജ്ഡ് കണ്ടക്ടർ എടുത്താലും, സർഫസ് ഒരു ചാർജുള്ള കണ്ടക്ടർ എടുത്താൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്
ഫീൽഡ് നോർമലാണ്. എന്താ കാരണം? അതിന് കാരണം ഈ ചാർജ്ഡ് കണ്ടക്ടർ, സർഫസ് ഓഫ് ചാർജ്ഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ് അതിനുള്ളത്. ഇൻ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് പൊട്ടൻഷ്യൽ ഈസ് സെയിം ആൻഡ് ഹെൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ്. അതായത് ഏതൊരു ചാർജ്ഡ് കണ്ടക്ടർ എടുത്താലും അത് ഈക്വൽ പൊട്ടൻഷ്യലാണ്, എല്ലാ ഭാഗത്തും സെയിം പൊട്ടൻഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്താവണം? നോർമലായിട്ട് നമ്മൾ വരയ്ക്കും. അതാണ് അതിൻ്റെ ഒരു ആൻസർ ചെയ്താൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. റൈറ്റ് ദ കണ്ടീഷൻ ഓഫ് റെസനൻസ് ഇൻ സീരീസ് LCR സർക്യൂട്ട്. ഒരു LCR സർക്യൂട്ടിൻ്റെ ഡയഗ്രാം, സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് അറിയണം. ഇത് L, ഇത് C കപ്പാസിറ്റർ, ഇത് റെസിസ്റ്റൻസ് R, ഇവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും, V = V0 sin ωt. ഇത് അതിൻ്റെ സർക്യൂട്ടാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എപ്പോഴാണ് ഒരു LCR സീരീസ് സർക്യൂട്ടിൽ എപ്പോഴാണ് റെസനൻസ് ആവുക? റെസനൻസ് ആവുക എപ്പോഴാണ്? Lω = 1/C⍵, അല്ലെങ്കിൽ പറയാം XL = XC. ഇത് രണ്ടും സെയിം തന്നെയാണ്. XL-ഉം അതായത് ഇൻഡക്ടർ, L എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസും കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും അവിടെ എന്താണ്? റെസനൻസ് ആയി എന്ന് പറയും. സോ എപ്പോഴാണ് റെസനൻസ് ആവുക? XL = XC. XL എന്ന് പറഞ്ഞാൽ Lω. Lω = 1/C⍵ ആയാൽ അത് റെസനൻസ് കണ്ടീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഓക്കെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആരാ? ലാംഡ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ കണ്ടുപിടിക്കണം. അസോസിയേറ്റഡ് വിത്ത് എ ചാർജഡ് പാർട്ടിക്കിൾ ഹാവിങ് ചാർജ് Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്, മാസ് M ഉണ്ട്. വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ബൈ എ പൊട്ടൻഷ്യൽ V വോൾട്ട്. അപ്പോൾ QMV 3 ആൾക്കാരെ തന്നു, ചാർജ്, മാസ്, V, പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് എന്താ വരിക? ലാംഡ = h/2mqv. പഠിച്ചു വെക്കുക. ശരിക്കും ഡി ബ്രോഗ്ലി ഇക്വേഷൻ ലാംഡ = h/mv അല്ലെങ്കിൽ h/p എന്നാണ്. ഇവിടെ ഈ ആൾക്കാരൊക്കെ തന്നതുകൊണ്ട് ലാംഡ = h/√2mqv എന്നാണ് വരിക കേട്ടോ. അടുത്തത്, റൈറ്റ് ഗോസസ് ലോ ഇൻ മാത്തമാറ്റിക്കൽ ഫോം. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഗോസസ് ലോ ഇൻ മാഗ്നറ്റിക്സും നിങ്ങൾ പഠിക്കണം. ഇവിടെ ഗോസസ് ലോ ഇൻ മാത്തമാറ്റിക്കൽ ഫോം എന്നാണ്. അപ്പോൾ ഇതാണ് വരിക. Phi = (E.ds) = 1/ε0 × Q. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ഓംസ് ലോ ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എങ്ങനെയാണ്? ഓംസ് ലോൻ്റെ എക്സ്പ്രഷൻ എഴുതണം. എങ്ങനെ വേണം എഴുതാൻ? കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ J, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് സിഗ്മ, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E. അപ്പോൾ J∑E. അപ്പോൾ എന്താണ് ആ എക്സ്പ്രഷൻ? J = σE. പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിൽ എന്താ ബന്ധം? അതാണ് ചോദ്യം. ഓക്കെ, ഒരു സെമി കണ്ടക്ടർ എടുത്താൽ, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടക്ട് ചെയ്യും, ചിലപ്പോൾ കണ്ടക്ട് ചെയ്യില്ല. സോ സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് ബന്ധം. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ഡെൻസിറ്റി ഇൻക്രീസസ്. അതായത് നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ പറയും. ഒരു സെമി കണ്ടക്ടറിൻ്റെ നമ്പർ ഡെൻസിറ്റി കൂടും, അതായത് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും. നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും, അതിനനുസരിച്ച് എന്ത് ചെയ്യും? റെസിസ്റ്റിവിറ്റി കുറയും. ഓക്കെ, എന്താണ് പഠിക്കേണ്ടത്? ടെമ്പറേച്ചർ കൂടിയാൽ, നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും, അതിൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറവ് സംഭവിക്കും. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസ് ഒരു ബാൻഡിൽ നിന്ന് വേറെ ബാൻഡിലേക്ക് ചാടാൻ നോക്കും. അങ്ങനെ ചാടുന്നതിനനുസരിച്ച് അത് റെസിസ്റ്റൻസ് കുറയും. പഠിക്കുക, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് resistance decreases. അതിൻ്റെ റീസൺ, ഓൾസോ ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് സിലിക്കൺ വിത്ത് ടെമ്പറേച്ചർ. അതായത് ഗ്രാഫ് വരയ്ക്കാൻ, റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ഗ്രാഫ് വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതാണ് എഴുതി വയ്ക്കുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും. നമ്പർ ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ N കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടി, അപ്പോൾ N കൂടും. N കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറയും. ഇത് കണ്ട താഴെയാണ്. അപ്പോൾ ഇത് കൂടിയാൽ, നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് കൂടിയാൽ റെസിസ്റ്റിവിറ്റി കുറയും. സോ റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒക്കെ കുറയും. ഇതാണ് ഗ്രാഫ്, റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചർ തമ്മിലെ ഗ്രാഫ്.
ഓക്കെ, ചിലപ്പോൾ ഈ ഗ്രാഫ് വന്നിട്ട് ഇത് എന്താ മനസ്സിലായെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട് ഈസ് ഗിവൺ ബൈ ബയോ-സാവർട്ട് ലോ. ബയോ-സാവർട്ട് ലോയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക? മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിലൊക്കെ ഒരു ബന്ധമാണ്. A question, write the expression for magnetic field at a point along the axis of circular loop of radius r carrying current I. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എഴുതണം. ഒരു സർക്കുലാർ ലൂപ്പാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്രഷൻ എന്താ വരിക? ഒരു സർക്കുലാർ കറണ്ട് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. B = μ0 NIR². I എന്നൊക്കെ പറഞ്ഞ കറണ്ടാണ് കേട്ടോ. 2 × x² + r² ⁻³ 3/2. I കറണ്ട്, n നമ്പർ ഓഫ് ടേൺസ്, x എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ലൂപ്പാണ്. അത് B. മാഗ്നറ്റിക് ഫീൽഡ് B കേട്ടോ. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ B ഒന്നാമത്തെ ചോദ്യം എക്സ്പ്രഷൻ മാത്രം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ എക്സ്പ്രഷൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ലൂപ്പ്. സെൻറ്ററിൽ എന്താ സംഭവിക്കുന്നതാണ് അടുത്ത ചോദ്യം. സ്കെച്ച് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോർ കറണ്ട് ക്യാരിങ് സർക്കുലാർ ലൂപ്പ്. ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന സർക്കുലാർ ലൂപ്പിൻ്റെ ആ ഒരു ഡയഗ്രാം വരയ്ക്കാൻ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ആ സർക്കുലാർ കറണ്ട് ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ അത് നമ്മൾ പഠിച്ചു. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ എന്താ ഉണ്ടാവുക? സെൻറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ B = μ0 NI/2A. μ0 NI/2A എന്നാണ് സെൻറ്ററിൽ വരിക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡയഗ്രാം സ്കെച്ച് ചെയ്യണം കേട്ടോ. ഒരു സർക്കുലാർ ലൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. ഇതാണ് സർക്കുലാർ ലൂപ്പ് വന്നു. മാഗ്നറ്റിക് ഫീൽഡ് സെൻറ്റർ ഓഫ് ലൂപ്പ്. സർക്കുലാർ ലൂപ്പൊക്കെ ചോദിച്ചാൽ ഇതാണ് നമ്മളതിൻ്റെ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഇതിൻ്റെ ഡയറക്ഷനൊക്കെ കണ്ടുപിടിക്കുന്നത് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആർ യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസ്. നമുക്ക് 8ാമത്തെ ചാപ്റ്ററിൽ കുറേ റേകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ യൂസസ് പഠിക്കണം. ഇവിടെ നമുക്ക് യൂസുകൾ തന്നിട്ട് ഏതൊക്കെ റേകളാണ് എന്നാണ് ചോദ്യം. A question, diagnostic tool in medicine. മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്നത് ആരാ? എക്സ്റേ. കിൽ ജേംസ് ഇൻ വാട്ടർ പ്യൂരിഫയേഴ്സ്. വെള്ളം പ്യൂരിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് UV റേ. സെല്ലുലാർ ഫോൺസിലെ റേഡിയോ വേവ്സ്. ഇൻ റിമോട്ട് സ്വിച്ചസ് ഓഫ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക് സിസ്റ്റം റിമോട്ടിലൊക്കെ ഉള്ളത് ഇൻഫ്രാറെഡ് റേസ് കേട്ടോ. അപ്പോൾ ഒരു ഇങ്ങനത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ത്രൂ പോയിന്റ് ഇസ് നോർമൽ ടു ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ്. നമുക്ക് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ നോർമലാണ്, ഇലക്ട്രിക് ഫീൽഡ് നോർമലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്? വാട്ട് ഈസ് എ വർക്ക് ഡൺ ടു മൂവ് ചാർജ് ഓൺ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഈക്വി പൊട്ടൻഷ്യൽ സർഫസിലെ വർക്ക് എത്രയാണ്? ഡ്രോ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്? ദ സർഫസ് ഓവർ വിച്ച് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. അതിൻ്റെ വർക്ക് എന്താണ്? 0. ഡയഗ്രാം വരയ്ക്കാനുണ്ട്. ഈക്വി പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഡയഗ്രാം ഇതാണ്. ഇങ്ങനെയാണ് വരിക. 2 സർഫസുകൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസുകൾ വരച്ചാൽ ഈക്വി പൊട്ടൻഷ്യൽ സർഫസുകളായി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ഓൾ ദ ന്യൂക്ലിയോൺസ് ഇൻസൈഡ് എ ന്യൂക്ലിയസ് ഇസ് കോൾഡ് ബൈൻഡിങ് എനർജി. ഇതൊക്കെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ന്യൂക്ലിയോൺസുകളെ ന്യൂക്ലിയസിൽ നിന്ന് പിടിച്ച് സെപ്പറേറ്റ് ചെയ്യാനുള്ള എനർജിയാണ് ബൈൻഡിങ് എനർജി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ബൈൻഡിങ് എനർജി ഇൻ ടേംസ് ഓഫ് മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റിൻ്റെ ബേസിൽ എന്താണ് ബൈൻഡിങ് എനർജി? ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാണ് ബൈൻഡിങ് എനർജി ഇക്വേഷൻ. BE ബൈൻഡിങ് എനർജി = Δmc². Δm ആണ് മാസ് ഡിഫക്റ്റ്. ഇതാണ് മാസ് ഡിഫക്റ്റ്. ഈ ബ്രാക്കറ്റിൽ എഴുതിയത് ZmP + A - ZmN - M. ഈ മാസ് ഡിഫക്റ്റ് ഒക്കെ ഡെഫിനിഷൻ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് മാസ് നമ്പർ. അതായത് മാസ് നമ്പറും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജിയാണ് BN എന്ന് പറയും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും തമ്മിലുള്ള ഗ്രാഫ് ഏതാണ്? ഇതാണ് ഗ്രാഫ്. ഇങ്ങനെ വേണം ഗ്രാഫ് വരയ്ക്കാൻ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അത് MeV ഇലക്ട്രോൺ വോൾട്ടിലാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ് പറയുക. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഇവിടെ മാസ് നമ്പർ താഴെ A മാസ് നമ്പർ ഇങ്ങനെയാണ് പോവുക. മാക്സിമം വരെ Fe അയോണിനാണ് വരിക. ഇവിടെ യുറാനിയം വരും കേട്ടോ.
വിച്ച് ന്യൂക്ലിയോൺസ് പൊസസ് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ? ആർക്കാണ് മാക്സിമം ബൈൻഡിങ് എനർജി ഉള്ളത്? Fe, ന്യൂക്ലിയസ് ഓഫ് അയോണിനാണ് ഉള്ളത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഇല്ല, അത് ഡിലീറ്റഡ് സെക്ഷൻ ആയിരുന്നു. റൈറ്റ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താ? ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞ പാഠത്തിലാണ്. ½ mv² = h × c/λ - c/λ0 എന്ന് എഴുതാം. അല്ലെങ്കിൽ ½ mv² = hc, സികളൊക്കെ പുറത്തേക്ക് എടുത്ത് hc × 1/λ - 1/λ0 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാൻ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്, അതായത് രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വരിക? ഇതാണ് ഗ്രാഫ് വരിക. ഇവിടെ ഫ്രീക്വൻസി, ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഒരു മിനിമം ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. അപ്പോൾ ഇവിടെയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂടി 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 ത്രെഷോൾഡ് ഫ്രീക്വൻസി, ആ മിനിമം ഫ്രീക്വൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. അതുപോലെ തന്നെ കുറയുകയാണെങ്കിൽ കുറയും ചെയ്യും. ഫ്രീക്വൻസി കുറയും തോറും ഇത് കുറയുകയും ചെയ്യും, കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ വ്യൂ ഓഫ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. അതായത് പാരാ ഫെറോ തമ്മിലുള്ള ബന്ധം എന്താണ്? ഫോർ പാരാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ സസെപ്റ്റബിലിറ്റി സ്മോൾ ആൻഡ് നെഗറ്റീവ് ആയിരിക്കും. പാരയാണെങ്കിൽ സ്മോൾ ആൻഡ് നെഗറ്റീവ്. ഇനി ഫെറോ ആണെങ്കിൽ പോസിറ്റീവ് ആണ്. സസെപ്റ്റബിലിറ്റി പോസിറ്റീവും ഹൈയും ആയിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ ലോ എക്സ്പ്ലെയിനിങ് വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി വിത്ത് ടെമ്പറേച്ചർ. ഈ സസെപ്റ്റബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ പറയുന്ന ലോ ഏതാണ്? ക്യൂരീസ് ലോ എന്നാണ് പറയുക. വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസ്? ടെമ്പറേച്ചർ കൂടിയാൽ അവിടെ എന്താ സംഭവിക്കുക? അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ടെമ്പറേച്ചർ കൂടുന്തോറും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കൂടി 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 ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഫെറോ എന്തായി മാറും? പാരയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിനെ കുറിച്ചും സസെപ്റ്റബിലിറ്റിനെ കുറിച്ചും പറഞ്ഞിരുന്ന ലോ ക്യൂരി ലോ ആണ്. ആ ക്യൂരീസ് ലോ പഠിക്കുന്നത് നല്ലതാണ്. ക്യൂരീസ് ലോ ഓഫ് മാഗ്നറ്റിസം സ്റ്റേറ്റ്സ് ദാറ്റ് മാഗ്നറ്റൈസേഷൻ ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറും സസെപ്റ്റബിലിറ്റിയും പരസ്പരം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സസെപ്റ്റബിലിറ്റി കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് സസെപ്റ്റബിലിറ്റി ആയിട്ട് നമ്മൾ കൈന്നോ സൈന്നൊക്കെ നമ്മൾ പറയും. സോ ദ സൈ അല്ലെങ്കിൽ ദ കൈ അല്ലെങ്കിൽ ദ സസെപ്റ്റബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത് മാറ്റി ഈക്വലിറ്റി കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും, c/μ0 എന്ന് പറയും. സി എന്ന് പറഞ്ഞാൽ ക്യൂരീസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ് ക്യൂരീസ് ലോ? അതായത് മാഗ്നറ്റൈസേഷൻ ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്താൽ അതിൻ്റെ മാഗ്നറ്റൈസേഷൻ, അത് മാഗ്നറ്റായിട്ട് മാറുക, അതെന്തിനെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് ടെമ്പറേച്ചറിനെ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ റിവേഴ്സ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡയോഡ്. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിൻ്റെ ഗ്രാഫ് വരിക? ഇതുപോലെ വരും, താഴത്തേക്ക് വരും കേട്ടോ. അടുത്തത്, സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF E, ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന EMF വിച്ച് ഇസ് ഈക്വൽ ടു ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ ആരാ? d/dt. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ സർക്യൂട്ട്, ഫൈ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഫാരഡേസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, അവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു d/dt ഓഫ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ അല്ലെങ്കിൽ ത്രൂ ദ സർക്യൂട്ട്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കണം. ഡിഫൈൻ വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ? എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ഇലക്ട്രോൺ ടു ജസ്റ്റ് എസ്കേപ്പ് ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് ചാടാനുള്ള അതിൻ്റെ എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൈറ്റ് 2 ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഇംപീഡൻസ് ഓഫ് സീരീസ് LCR സർക്യൂട്ട് ഡിപ്പെൻഡ്സ്. ഒരു LCR സർക്യൂട്ടിൻ്റെ ഇംപീഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഒരു LCR സർക്യൂട്ട് ഡെറിവേഷന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി ഇതൊക്കെ നമ്മളെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. LCR സർക്യൂട്ട് ആണെങ്കിൽ
അതിൻ്റെ ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷൻ Z ഈക്വൽ ടു √R² പ്ലസ് L ഒമേഗ മൈനസ് 1/C ഒമേഗ. സോ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ്, ദെൻ ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, L ഇൻഡക്റ്റൻസ്, C കപ്പാസിറ്റൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Draw the impedance diagram of series LCR circuit and write the expression for power factor from the diagram. എന്താണ് ഡയഗ്രാം വരയ്ക്കാൻ? LCR സർക്യൂട്ടിൻ്റെ ഡയഗ്രാം എങ്ങനെ നമുക്ക് ആ ഗ്രാഫ്, ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം അല്ല പറഞ്ഞിട്ടുള്ളത്, ഇമ്പിഡൻസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുക. ഇവിടെ VR, ഇത് മൊത്തം VL, ചെറിയ പോർഷൻ VC താഴെ. ഈ ചെറിയ പോർഷൻ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കും VC. അപ്പോൾ ഇതാരാണ്? VL മൈനസ് VC. മൊത്തം VL, ചെറുത് VC. VLന്ന് VC കുറച്ച് ഇതായി. സോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്യും. സോ ഇത് VR ആണ്, ഇത് VL മൈനസ് VC ആണ് വരിക. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos∅ ആണ് വരിക. cos∅. നമ്മളിവിടെ ആംഗിൾ കൊടുക്കും, ഫൈന്ന് കൊടുക്കും. സോ പവർ ഫാക്ടർ ആരാണ്? cos∅. കേട്ടോ, cos∅. അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ റിക്വയർഡ് ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. വളരെ അകലെ നിന്ന്, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് എ പോസിറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്കാണ്. ഇനി ചോദിക്കും, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ആരാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ E ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതാണ് ഇത്. വാട്ട് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? അതാരാണ്? E ആണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ E ഈക്വൽ ടു -dV/dx. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേഷനറി ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ട്രൂ ആണോ ഫോൾസ് ആണോ? ഒരു സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന, ഒറ്റയ്ക്ക് റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുമോ? നോ, പറ്റില്ല. ഫോൾസ് ആണ്. ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? F ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. പഠിച്ചു വയ്ക്കുക കേട്ടോ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, what is the intensity of magnetization for magnetic material? Intensity of magnetization for magnetic material എന്ന് പറഞ്ഞാൽ അത് ആരാ? മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. what is the relation between B and H? ഇതാണ് റിലേഷൻ. B ഈക്വൽ ടു μ0H. പഠിച്ചു വയ്ക്കുക, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. സ്റ്റേറ്റ് എനി 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ 2 പോസ്റ്റുലേറ്റ് എഴുതാൻ. സോ ഇലക്ട്രോൺസ് ആർ മൂവ്ഡ് around the positively charged nucleus in circular orbit. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസുകൾ കറങ്ങുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. രണ്ടാമത്തെ എന്താണ്? ഇലക്ട്രോൺ വിച്ച് റിമെയിൻസ് ഇൻ എ പ്രിവിലേജ്ഡ് പാത്ത് കനോട്ട് റേഡിയേറ്റ് ഇറ്റ്സ് എനർജി. ഒരു പാത്തിൽ നിൽക്കുന്ന ഇലക്ട്രോൺസുകൾക്ക് എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 2 പോസ്റ്റുലേറ്റ് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത്, ഗീവ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഗീവ് 2 എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിലെ എനർജി ലോസുകൾ ഏതൊക്കെയാണ്? എഡ്ഡി കറണ്ട് ലോസും ഫ്ലക്സ് ലീക്കേജ് ലോസും. വേറെയും ലോസുകളുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫോമറിലെ പവർ ലോസുകൾ 4 എണ്ണം ഉണ്ട് കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ലോസ്, ഹിസ്റ്റീരിസിസ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഡ്ഡി കറണ്ടും ഫ്ലക്സ് ലീക്കേജ് ലോസും ഓർത്ത് വയ്ക്കാം. അടുത്തത്, ഡ്രോ ദ ഫേസ് ഡയഗ്രാം വിത്ത് V ആൻഡ് I ഫോർ ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറുള്ള സർക്യൂട്ട്. ഇൻഡക്ടറുള്ള ഒരു സർക്യൂട്ട് നമുക്ക് തന്നു. അതിൻ്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ് ഫേസ് ഡയഗ്രാം. ഇൻഡക്ടർ ആണെങ്കിൽ ഓർത്ത് വയ്ക്കുക, ഇൻഡക്ടർ ആണെങ്കിൽ അവിടെ കറണ്ടും VL ലാഗ് I, അതായത് കറണ്ടും വോൾട്ടേജും ഉണ്ട്. അപ്പോൾ ഇതിലെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? കറണ്ടും വോൾട്ടേജും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇൻഡക്ടറും ഇതുപോലെ. ഇപ്പോൾ ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ഇൻഡക്ടറാണ്, ഇതേപോലെ കപ്പാസിറ്റർ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇൻഡക്ടർ ആണെങ്കിൽ അവിടെ കറണ്ട് ലാഗ് ചെയ്യുന്നു. ഓക്കെ, കറണ്ടാണ് ലാഗ് ചെയ്യുക എന്നുള്ള കാര്യം മറക്കണ്ട. വോൾട്ടേജ് ആയിരിക്കും ഫ്രണ്ടിൽ, വോൾട്ടേജ് ഫ്രണ്ടിലും കറണ്ട് ലാഗ് ചെയ്യും. നിങ്ങൾക്ക് ഈ ഫേസ് ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കാം. ഇൻഡക്ടർ ആണെങ്കിൽ ഫേസ് ഡയഗ്രാം നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം.
വി ഇതാ ഫ്രണ്ടിൽ, കറണ്ട് ബാക്കിൽ 90 ഡിഗ്രി. ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, ഇതാ വി ഇതാ ഫ്രണ്ടിൽ, ഐ ഇതാ ബാക്കിൽ, അങ്ങനെയും കൊടുക്കാം. അപ്പം ഇതാണ് വി ഐ ഇൻഡക്ടറിൻ്റെ ഒരു ഫേസ് ഡയഗ്രാം. അപ്പോൾ ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ടാണ് ലാഗ് ചെയ്യുക കേട്ടോ, കറണ്ട് ലാഗ് എന്നാണ് ഓർത്ത് വെക്കേണ്ടത്. ഇനി കപ്പാസിറ്റർ ആണെങ്കിലോ, കപ്പാസിറ്റർ ആണെങ്കിൽ അവിടെ വി ആണ് ലാഗ് ചെയ്യുക. ഓക്കെ, വി ലാഗ് ചെയ്യും, വോൾട്ടേജ് കുറയും, ഐ ലീഡ് ചെയ്യും. ഐ ആണ് ഫ്രണ്ടിൽ കൊടുക്കുക, കണ്ടോ? ഇത് ഐ നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കും, വി നമ്മൾ ബാക്കിൽ കൊടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ഐ ഫ്രണ്ടിൽ, വി ബാക്കിൽ കൊടുക്കാം. രണ്ടിനും ഡിഫറൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നോളൂ. അപ്പോൾ ഇൻഡക്ടർ ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും രണ്ടിലും ഫേസ് ഡിഫറൻസ് ഒക്കെ ചോദിച്ചാൽ അത് π/2 ആണ്. ഫേസ് ഡിഫറൻസ്, വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വി ആൻഡ് ഐ? ഇൻഡക്ടറോ കപ്പാസിറ്ററോ? ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും, കറണ്ട് ബാക്കിൽ കേട്ടോ, കറണ്ട് ബാക്കിൽ ഇൻഡക്ടറിൻ്റെ കേസിൽ. കപ്പാസിറ്റർ ആണെങ്കിൽ വി ആണ് ലാഗ് ചെയ്യുക, വി താഴെ കൊടുക്കണം, മറക്കണ്ട. രണ്ടിൻ്റെ ഫേസ് ഡിഫറൻസ് π/2 ആണ്. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഇത് കൂടാതെ നിങ്ങൾ ഒപ്പം പഠിക്കേണ്ടത് ലെൻസസ് ലോ ഒന്ന് പഠിച്ചോളൂ. ലെൻസസ് ലോ ഞാനിവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾ പഠിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വരുന്നതാണ് ലെൻസസ് ലോ. വേവ് ഒപ്റ്റിക്സിലെ ഹൈജൻസ് പ്രിൻസിപ്പിളും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും തിയറി ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റായി ചോദിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, 2 മാർക്കിൻ്റെ ഒക്കെ. അടുത്തത് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കാം. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.